സാർ, കൃഷി മന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ കുട്ടനാട്ടുകാരായ ഞങ്ങളുടെ ഹൃദയമിടിപ്പും ഞങ്ങളുടെ പ്രയാസവും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന അതിനോടൊപ്പം ചിഞ്ചുറാണി മാഡം ഞങ്ങളുടെ പ്രയാസങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരു മന്ത്രിയുമാണ്. അതുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഏറെ സന്തോഷത്തോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ഇതാണ് സാർ, കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് നടപ്പിലാക്കിയ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ചിട്ടുള്ള കൃഷിക്കൂട്ടങ്ങളുടെ ശാക്തീകരണത്തിനായി എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? യെസ് മിനിസ്റ്റർ. സർ, കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും കാർഷിക സംസ്കാരം ഉണർത്തുന്നതിന്, അതും പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുമായി രണ്ടാം 100 ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കിയ ജനകീയ പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. ഇതിൻ്റെ ഭാഗമായി വാർഡ് തലത്തിൽ കൃഷിക്കൂട്ടങ്ങൾ എന്ന കർഷക കൂട്ടായ്മകൾ രൂപീകരിക്കുകയുണ്ടായി. ഇപ്രകാരം ഉൽപ്പാദന മേഖലയിൽ 19,537 എണ്ണവും സേവന മേഖലയിൽ 1,328 എണ്ണവും മൂല്യവർധന വിപണന മേഖലയിൽ 2,380 എണ്ണവും ചേർത്ത് ആകെ 23,245 കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. കൃഷിക്കൂട്ടങ്ങളുടെ യോഗങ്ങൾ ചിട്ടയായും ക്രമമായും സംഘടിപ്പിക്കുകയും വാർഡ് തല ഉൽപ്പാദന വിള നിർണയ പ്ലാനുകൾ തയ്യാറാക്കി അതുവഴി ഓരോ കൃഷിക്കൂട്ടത്തിനും നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നു. കൃഷിക്കൂട്ടങ്ങളെ അവയുടെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കുകയും മികവുറ്റവയെ ഉൾപ്പെടുത്തി കർഷക ഉൽപ്പാദക സംഘങ്ങൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ 100 കർഷക ഉൽപ്പാദക സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. മൂല്യവർധന മേഖലയിൽ 1000 കൃഷിക്കൂട്ടങ്ങളെയും സേവന മേഖലയിൽ 200 കൃഷിക്കൂട്ടങ്ങളെയും തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേക സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള വെർച്വൽ ക്യാപിറ്റൽ അസിസ്റ്റൻ്റ് ഫണ്ടായി 50,000 രൂപ നൽകുകയും ചെയ്യുന്നു. ഇവർക്ക് പ്രത്യേക പദ്ധതികൾ രൂപീകരിച്ച് പ്രവർത്തനം നടത്തുന്നതിന് സഹായകരമായി സൗജന്യ DPR ക്ലിനിക്കുകൾ നടത്തിവരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട 200 സേവന മേഖലയിലെ കൃഷിക്കൂട്ടങ്ങൾക്ക് കാംകോ കമ്പനിയുടെ സഹകരണത്തോടെ സ്മാം പദ്ധതിയുമായി സംയോജിപ്പിച്ച് സൗജന്യ യന്ത്രോപകരണങ്ങൾ വിതരണം ചെയ്യുന്നു. ഇതിനായി 1 കോടി രൂപ അനുവദിച്ചു. തിരഞ്ഞെടുത്ത സേവന മേഖലയിലെ കൃഷിക്കൂട്ടങ്ങൾ അത് മുഖേന കാർഷിക യന്ത്രോപകരണങ്ങളും മറ്റു സേവനങ്ങളും കർഷകർക്ക് ലഭ്യമാക്കുന്ന കൃഷിശ്രീ സെൻ്ററുകൾ സ്ഥാപിക്കുന്നതിനും നിലവിൽ പദ്ധതികൾ അനുവദിച്ചിട്ടുണ്ട്. ഇത്തരം കൃഷിക്കൂട്ടങ്ങളുടെ 3 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, കാലാവസ്ഥയെ അതിജീവിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രത്യേകത എന്തെല്ലാമാണ്? ഏതൊക്കെ വിളകൾക്കാണ് ഇതിലെ ധനസഹായം നൽകുന്നത്? എത്ര കർഷകർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്? എന്തെല്ലാം പ്രത്യേകതകളാണ് കുട്ടനാട്ടുകാരായ ഞങ്ങൾക്ക് ഇതിൽ കൂടെ അങ്ങ് ഉദ്ദേശിക്കുന്നത്? സർ, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിള ഇൻഷുറൻസ് പദ്ധതിക്ക് പുറമെ കേന്ദ്ര സംസ്ഥാന സഹായത്തോടെ 2023 ഖാരിഫ് സീസൺ മുതൽ കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് എല്ലാ ജില്ലകളിലും. ഈ പദ്ധതി പ്രകാരം വിളനാശം ഉണ്ടായില്ലെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം വിളകൾക്കുണ്ടാകുന്ന ഉൽപ്പാദനക്കുറവിന് ആനുപാതികപരമായി നഷ്ടപരിഹാരം നൽകുന്നു. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 27 വിളകളെയും കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഈ പദ്ധതി പ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള കാലാവസ്ഥാ നിലയങ്ങളിൽ അതിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള ടേം ഷീറ്റുകളുടെ അടിസ്ഥാനത്തിൽ അർഹമായ തുക കർഷകർക്ക് നൽകുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് അടയ്ക്കേണ്ട പ്രീമിയം തുകയ്ക്കുപരിയായിട്ടുള്ള തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായി വഹിക്കുകയാണ്. നിലവിൽ 1,4 ലക്ഷത്തിൽ പരം കർഷകർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്.